അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, രാവിലെ തന്നെ പിള്ളേർ പറയുന്നുണ്ട് അവളുമാർക്ക് കൈകൊണ്ട് മീൻ പിടിക്കണം, അച്ഛൻ കാണിച്ചു തരണമെന്നൊക്കെയാണ് പറയുന്നത്. ഞങ്ങൾ ഒരു 10ാം ക്ലാസ് സമയം മുതൽ നമ്മളിങ്ങനെ മീൻ പിടിക്കുന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ അയൽവക്കത്തെ കടവിൽ നമ്മൾ കുളിക്കാനിറങ്ങും. അപ്പോൾ ഇവരോട് പറഞ്ഞ് ഇവരോട് എണ്ണ വെച്ചോ നമുക്ക് ഇറങ്ങാമെന്ന് പറയുന്നുണ്ട്. പിള്ളേർ ആഗ്രഹമാണ്, മീൻ കിട്ടുമല്ലോ എന്നുള്ളതല്ല, അവർക്ക് ആഗ്രഹം സാധിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ കുറച്ച് മീൻ പിടിക്കുന്നവരെ കാണിച്ചു കൊടുക്കും. ഇവർ ട്രൈ ചെയ്യാന്ന് വിചാരിക്കുന്നത്. ട്രൈ ചെയ്യില്ലേ? ശ്രമിക്കത്തില്ലേ? മീൻ പിടിക്കുമെന്ന് നിങ്ങൾ മീൻ പിടിക്കാൻ ഇറക്കാം. അത് മുമ്പേ പറഞ്ഞായിരുന്നല്ലോ, ഡീലായിരുന്നല്ലോ. മീൻ പിടിക്കാന്നുള്ളതല്ലേ, വെള്ളത്തിൽ കിടന്ന് കളിക്കുക എന്നുള്ളതല്ലേ. എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ, നമ്മുടെ കുട്ടനാട്ടിലാണ് ഏറ്റവും കൂടുതൽ വെള്ളമുള്ളത്. അത് വെള്ളത്തിൽ ഇറങ്ങിയിട്ട് കയറാത്തവും കൂടുതലും കുട്ടനാട്ടിലെ കുട്ടികളാണ്. വേറെ കാര്യം, നിങ്ങൾക്കൊക്കെ നീന്താൻ അറിയാം. അപ്പത്തേ പോവാ. അരവിന്ദ് ചേട്ടാ, നീ നേരത്തെ പിടിക്കുമായിരുന്നല്ലോ, 2 മീൻ പിടിച്ചു തരുമോ? എന്നാ പോയേക്കമ്മ. മീൻ പിടിക്കുന്നേ നിങ്ങള് പരിചയമുള്ള കടവ് നമ്മുടെ കടവിൽ ഇറങ്ങിയാൽ മതി കേട്ടോ. അവിടെ ഇറങ്ങുന്നില്ല, ചിലപ്പോൾ അവിടെ ഇറങ്ങേണ്ടി വരത്തില്ല. പെറുക്കിട്ടിട്ടേ പെറുക്കിയെടുക്കണം. അറിവില്ലോടെ പോയടാ, താറാവിനെ പിടിച്ചിടാം. കൂട്ടിക്കുന്ന താറാവ് പുറത്തു പോകും. അത് നമ്മൾ കുറച്ച് ചോറൊക്കെ ഇട്ടിട്ട് മീൻ വരട്ടാവേ കേട്ടോ അച്ചു. മീൻ വരുവാണെങ്കിൽ നമുക്ക് പിടിക്കാം. കൊറേ വരും. സ്റ്റക്കായിട്ട് വെള്ളത്തിൽ സ്റ്റക്കായിട്ട് കൊറേ വരുമോ? ഒരെണ്ണം കിട്ടിയേ. അങ്ങോട്ടിട്ടാ ഇല്ല ഇങ്ങോട്ട് വീണാൽ പിന്നെ കിട്ടത്തില്ല. അച്ഛനെ ഇട്ടുകൊണ്ട് കളിപ്പിക്കുക. പിടിക്കാടാ, നരന്തേട്ടൻ പിടിച്ചു കാണിച്ചോ. പെട്ടെന്നോ മീൻ പോവാ. ഓ എനിക്ക് 2 കിട്ടി. അരവിന്ദേട്ടൻ പിടിക്കാം. അങ്ങനെയാണ് അരവിന്ദേട്ടൻ പിടിക്കുന്നത്. കിട്ടിയോ? അരവിന്ദേട്ടൻ കിട്ടി. വാ എനിക്ക് കിട്ടി. ഇങ്ങനെ മാന്തി പിടിക്കരുത്, ഇങ്ങനെ കൈക്കകത്ത് കയറി വരും. കൈ പതുക്കെ തുറന്നു പിടി. പിടിക്കും. നമുക്കടാ ഇതിനോട് മീനില്ല കുടിച്ചു. പിന്നെ മുട്ടച്ചേട്ടൻ്റെ ഒക്കെ കടവൻ നമ്മുടെ ഇതുപോലത്തെ കല്ലിന്റെ താഴത്തെ ഒരു കല്ലില്ലേ, കുഴിയുടെ ഒക്കെ അവിടെ നമുക്ക് നിക്കാൻ പറ്റും. നമ്മളിവിടുത്തെ കല്ലിന്റെ അവിടെ നമുക്ക് നിൽക്കാൻ പറ്റും. കല്ലിന്റെ താഴത്തെ കല്ല് അച്ഛേ ഇവിടെ അനങ്ങാതെ നിന്ന് അത് കൊത്തുമ്പോ പിടിച്ചോ. ചോറെടുക്കുക. ഞാനാ ചോറ് വന്നേക്കുന്നത്, നീ മീനുമായിട്ടേ പൊങ്ങത്തുള്ളൂ. എടുക്കുവാടാ, നീനോട് പൊങ്ങി പോരുത്. കണ്ടോ അണ്ടനില്ലേ മുങ്ങി അങ്ങ് വരെ ചെല്ലു. രാവിലെ നോക്കുന്നത് കാലക്ക് കുളമാക്കി. നിങ്ങൾക്ക് ഇറങ്ങണ്ടേ? ഇവിടെ ഇറങ്ങുന്നത് അവിടെയാണ് ഇറങ്ങുന്നത്. അവിടെ പോവാ. അവിടെ ചെല്ലുമ്പോ പിള്ളേർക്ക് ചോറ് തരാവേ. പിള്ളേർ മീൻ പിടിക്കണം. അച്ഛ അവിടെ വരുമ്പോ എന്നാ മീൻ വരുത്തി തരാം. എന്നിട്ട് പിള്ളേർ കൈ കൊണ്ട് പിടിക്കാൻ നോക്കണേ. വെള്ളച്ചാളം നോക്കാം. അരവിന്ദ് ചേട്ടാ, നീന്തി വരരുത്, കരക്കൂടെ വരാവുള്ളൂ. നീ മീൻ ഓടിച്ചു കൊടു. നീ
പ്രിയ സുഹൃത്തുക്കളെ, നമുക്കിതേ കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട്. ഇതുണ്ടോ, നമ്മുടെ നാട്ടിൽ ഇതിന് വാലക്കുടിയും പറയില്ലെന്നാണ് പറയുന്നത്. പല സ്ഥലങ്ങളിൽ ഇതിന് കുറുവ എന്നൊക്കെ പറയുന്ന സ്ഥലമുണ്ട്. പക്ഷെ ഇവിടുത്തെ കുറുവ വേറെയാണ്. പോവാം പോവാം പോവാം, ഇറങ്ങാം ഇറങ്ങാം. അരവിന്ദ് ചേട്ടാ കയറി വേടാ. നീ വല്ല ചത്തിട്ടുണ്ടോ നോക്കി. 6 അല്ല മീൻ മരത്തട്ടെ. 2, 4, 6, 8, 10, 12 ആണോ? ഒരെണ്ണം അരവിന്ദായിട്ട് പിടിച്ചോ. ചാടരുതേ. പെറുക്കിയിട്ട് എന്നിട്ട് ഞാൻ പറയാം. ഒരു 3-4 കൂടെ അച്ഛൻ പിടിച്ചു കഴിഞ്ഞിട്ട് പിള്ളേർ ഇറങ്ങിയാൽ മതിയേ. ഇല്ല നിങ്ങളൊക്കെ ഓടിച്ചു വിട്ട് കഴിഞ്ഞാൽ വറക്കാനുള്ള മീൻ കിട്ടത്തില്ല. ഇങ്ങോട്ട് കളയരുതേ. വന്നിരിക്കുന്നു. 4 കൂടെ പിടിച്ചിട്ടേ പിള്ളേർ ചാടിക്കോ. അരവിന്ദ് അവിടുന്ന് പിടിച്ചോളൂ. കാണിക്കടാ കാണിക്കടാ. ഇറങ്ങി പിടിക്കുന്ന ഇവിടെ ഇറങ്ങി പിടിക്കും. എന്നാ അവിടെ പിടിച്ചിട്ട് പോ. അങ്ങോട്ട് വെക്കണം. അവൻ പിടിച്ചോളൂ ഞാനുണ്ട്. പൊക്കത്തോട്ടിട്. ആ എന്നാ ചോറ്. ഇഷ്ടം പോലെ ഉണ്ടോ? താഴെ ഇട ബക്കറ്റിലിട്ട് നീ അച്ചുകൂട്ടൻ ചോറ് എടുത്തിട്ട് വന്നേ. കൂറുവ അല്ലല്ല ചോറ് തന്നെ. എടാ നീ എന്നെ സൈഡ് ആക്കുവാണോടാ. അരവിന്ദന്റെ പൊളിയാണ് മോനെ. കിട്ടിയാണോ? ചോറ് വാരി എടുക്ക്. അച്ഛൊന്നുമില്ല. ചോറ് അച്ഛ പോരും. ചോറ് മേടിക്കാം. അരവിന്ദന്റെ പൊളിയാണല്ലോ അരവിന്ദ. രണ്ടെണ്ണോ? ഇത് കൊറേ പോത്തുള്ള നടന്നത്. അവിടെ ഇരിക്കുക. വീഴരുതേ. ചോറാക്കാൻ പറ്റുന്നു.
ഇത്രയും ചോറ് അച്ഛൻ വീട്ടിൽ വന്നോ? ഞാനോട് ഇറങ്ങട്ടെ അരവിന്ദ് ചേട്ടാ? ആ അവിടെ ഇറങ്ങി. ഇറങ്ങുന്നോ? പിടിക്കുന്നോ? ചോറ് മീൻ പിടിക്കുന്നോ? ഒരാൾ ഒരു സമയത്ത് ഒരാൾ. നോക്ക് ട്രൈ ചെയ്യും. കൈനകത്തോണ്ട് അവിടെ ഇല്ലോ. കൈ തുറന്നു പിടി, കുറച്ച് തുറന്നു പിടി. വരും. നീ അന്നദാനോ? ബാവ ഇനി ബാവ. നല്ല രസമുണ്ടല്ലേ ചേട്ടാ? നീരൊക്കെ തന്നെ ചോറ് കൊടുക്കുവാണ് ഇതിന്. അരവിന്ദ് ചേട്ടൻ മാത്രമേ മീൻ പിടിക്കുന്നുള്ള. കിട്ടിയോടാ? കൊണ്ടോ? ചേച്ചി പിടിക്കുവോ? ചേച്ചി ഇറങ്ങുവോ? നോക്കാം. ഓ ഇത് എത്ര രൂപ അരവിന്ദ് ചേട്ടാ? എടുത്തിട്ട് നോക്കണം. ഇത് മീൻ പിടിക്കാൻ ഇറങ്ങിയതല്ലടാ. മീനെ ഓടിച്ചോടെ ഇറങ്ങിയാണ്. അരവിന്ദ് പാടാ. ചേച്ചി പാടി അരവിന്ദ് ചേട്ടാ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഞാൻ. ചേച്ചി ഓറണ്ടോ? പിടിക്കും. നമ്മളെ കൊടുക്കോ? അരവിന്ദ് മുങ്ങിയാണോ? മുങ്ങിയൊക്കെയാണ് പിടിക്കുന്നത്. കുറെ മീൻ തിന്നുന്നാണോ? നമ്മുടെ അവിടെ ഇപ്പൊ തീർന്നെന്ന് തോന്നണ. നീ ഓടിച്ചു കിട്ടിയോടാ? നമ്മുടെ അവിടെ ഇപ്പൊ ഇവരെപ്പോഴും ഉള്ള പിള്ളേർ വെള്ളത്തിൽ പോയെന്നാ എന്റെ വിചാരം. അവരെപ്പോഴും ഭയങ്കര പറയാ. ചോറ് നീ നോക്കി, മീൻ കിട്ടുമോ നോക്കി. ചേട്ടാ നോക്കിയാടാ. വേണോ? ചോറ് കൊണ്ട് കളയും. നിനക്ക് തരാം. ആണോ? അപ്പൊ പ്രിയ സുഹൃത്തുക്കളെ, നമുക്ക് കറിക്കുള്ള മീൻ കിട്ടിയിട്ടുണ്ട്. ഇവർക്ക് മീൻ കിട്ടുമോ എന്നുള്ളതൊന്നും അറിയില്ല. അരവിന്ദ് ചേട്ടൻ നല്ല ഇന്ന് പൊളിയായിരുന്നു അല്ലേ അരവിന്ദ് ചേട്ടാ? എനിക്ക് മീൻ പിടിച്ചല്ലേ? ഉമ്മ അല്ല, നീ നമ്മള് എന്നാ അച്ചു നമ്മളോട് നീന്തി കാണിച്ചു. അല്ല അങ്ങോട്ട് നീന്തി കാണിക്കണം. ഇച്ചിര എല്ലാരും പറയത്തില്ലേ? ചാട് ചാടിക്കോ. റെഡി 1 2 3 സ്റ്റാർട്ട്. പൊങ്ങി കിടക്കുവാണോ? അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, കുളിച്ച് കയറട്ടെ. ഒരു യാത്രയുണ്ട്. അതിന് മുന്നോടിയായിട്ടാണ് മീൻ പിടിച്ചത്. നമ്മൾ കൊണ്ടുപോകാൻ വേണ്ടിയാണ് മീൻ പിടിച്ചത്. അതായത് മകളെ മിണ്ടാടാ ഇതൊന്നും നിർത്തോട്ടെ. അപ്പോൾ ഇത് മുങ്ങി പിടിക്കാമെന്ന് മാത്രമല്ല, ഇവളുമാര് നമ്മുടെ കൂടെ ഒരു ഫിഷിംഗ് എക്സ്പീരിയൻസ് കുട്ടിക്കാലത്ത് പറഞ്ഞിരിക്കാൻ പറ്റുന്ന ഒരു ഓർമ്മ, ഇത് കണക്കൊക്കെ സൃഷ്ടിക്കുക എന്നുള്ളത് കൂടിയാണ് എൻ്റെ ഉദ്ദേശം. എന്നാ മക്കളെ കടന്നു നിന്നാൻ പറ്റുമോ? ഞാൻ കടന്നു നിൽക്കും നോക്കട്ടെ. മുങ്ങിപ്പോയി. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക. മക്കളെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഞങ്ങളുടെ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഫേസ്ബുക്ക് നീ കിട്ടിയോടാ? ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ വീഡിയോ ആണെങ്കിൽ ദയവ് ചെയ്ത് ഫോളോ ചെയ്താണെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ. അരവിന്ദ് ചേട്ടാ വന്ന് ചാടിക്കോടാ. കാണിക്കണം അവനെ. നമ്മൾ കുറച്ചു നേരം കുളിക്കാൻ കയറും കേട്ടോ. കുറച്ചു നേരം കുളിക്കും കയറും കേട്ടോ. ചാടിക്കോ.
കാണിക്കോ. 1 2 3